മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ആണ്ടുതോറും ആചരിച്ചു വരാറുള്ള ഒരു ജനകീയ അനുഷ്ഠാന ആരാധന സമ്പ്രദായമാണ് പറയുന്നത്. എന്നാണ് അതുണ്ടായത് എന്ന് തീർച്ചപ്പെട്ടിട്ടില്ല. ധർമ്മസങ്കടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആദി കേരളീയ ജനസംഘം ആ ധർമ്മസങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് ഒക്കെ എങ്ങനെ മോചനം നേടാനാവും എന്ന് അവർ ജീവിതാനുഭവങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു പിൽക്കാലത്ത് അതിന് അനുഷ്ഠാനത്തിൻ്റെയോ മന്ത്രവാദ അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായത്തിൻ്റെയോ ഒരു സാമൂഹിക ജീവിത ശുദ്ധീകരണത്തിൻ്റെയോ ഒക്കെ മാനങ്ങൾ കൈവന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് ആചരിച്ച് അവതരിപ്പിച്ച് ജനങ്ങൾ തന്നെ സംരക്ഷിച്ചു വരുന്ന ഒരു സമ്പ്രദായം പറയാം ജനകീയ അനുഷ്ഠാന സമ്പ്രദായം പറയാം. വടേരിക്കൽ അനുഷ്ഠാനം വരുമ്പോൾ ക്ഷേത്രം മുറ്റത്താണ് നടക്കുന്നതെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവതയെ വിളിച്ചിറക്കി കൊട്ടി വിളിച്ച് ഇറക്കി പടയണിക്കളത്തിൽ ഇരുത്തിയതിന് ശേഷം മാത്രമേ പടയണി കളിക്കാവൂ. ക്ഷേത്രങ്ങളുണ്ടായി എങ്കിൽ പോലും കുട്ടിപ്പാട് വിളിക്കുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ദേവത, രക്ഷികയായ ദേവത പുറത്തേക്ക് വരുന്നത് അഗ്നിയിലൂടെ എരിയുന്ന ചൂട്ട് കട്ട അത് കളത്തിൽ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ ഭഗവതി അല്ലെങ്കിൽ ഗ്രാമദേവത എന്നതിനർത്ഥം തന്നെ വെളിച്ചം, ലൈറ്റ്. ആ ചൂട്ടിൽ നിന്ന് അത് വളർന്ന് പ്രപഞ്ചത്തോളം, അക്ഷരത്തോളം, നാദത്തോളം വളർന്ന് ആ ജനസമൂഹത്തിന് വെളിച്ചം പകർന്നു ഇരുട്ടിനെ അകറ്റി, അന്ധകാരത്തെ അകറ്റി, ദുരിതത്തെ അകറ്റി മനസ്സിന് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു ആരാധന സമ്പ്രദായം. സത്യത്തിൽ അക്ഷരസ്വരൂപിണിയാണ് ദേവത. ഈ ആത്മാവിൻ്റെ സ്പിരിച്വലായിട്ട് വലിയ ഒരു വസ്തുനിഷ്ഠമായിട്ട് ഭൗതികമായ തന്നെ സാധനം തന്നെയാണ്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അത് കണ്ടെത്തിയിരിക്കുന്നത്, ജനങ്ങൾ അവതരിപ്പിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ശുദ്ധമായിരിക്കണം ഈ പ്രകൃതിയുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ ഭൂമി ശുദ്ധമായിരിക്കണം, വായു ശുദ്ധമായിരിക്കണം, ആകാശം ശുദ്ധമായിരിക്കണം, ജലം ശുദ്ധമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാം ശുദ്ധമായി നിൽക്കുമ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ആത്യന്തികമായ സൗന്ദര്യം, ആ സൗന്ദര്യത്തിലേക്കാണ് എൻ്റെ ലക്ഷ്യം പോകുന്നത്. അപ്പോൾ ഭൂമി അശുദ്ധമാകും, അത് മനുഷ്യൻ കൂടുതൽ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ജലം അശുദ്ധമാകും, മനുഷ്യൻ കൂടുതൽ അതിനെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. വായു അശുദ്ധമാകും, ആകാശം അശുദ്ധമാകും, ഇതെല്ലാം മനുഷ്യനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ അഗ്നി അശുദ്ധമാവില്ല എന്ന് മാത്രമല്ല, അശുദ്ധമാവുന്ന വസ്തുക്കളെ ശുദ്ധീകരിക്കാനുള്ള ശേഷിയും അശുദ്ധമാണ്. അപ്പോൾ അഗ്നിസ്വരൂപിണിയായ ദേവതയുടെ ശക്തി അവർ തന്നെ ഭൗതികമായ
മനുഷ്യരല്ല എന്ന് പറയുന്നത് ജനസമൂഹത്തിൻ്റെ ദുരിത വിമോചനത്തിൻ്റെ ദൃശ്യശക്തിയാണ്. അപ്പോൾ അവരെ ബാധിക്കും പ്രേതബാധ, പിശാച്. ഇപ്പോൾ നമുക്ക് ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പിശാച് ബാധയെ രക്ഷിക്കാൻ അതിൽ മോചനം ഒരു ചികിത്സാ സമ്പ്രദായം കോടംതുള്ളൽ എന്ന് പറയുന്നതിന് ദശ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രേതബാധ, അപസ്മാരം ഇപ്പോഴും ഉണ്ട്, അപസ്മാരമൊക്കെ ഉണ്ടല്ലോ, എപ്പിലെപ്സി, അതൊക്കെ ഒരു ഈ ദേവതയുടെ കുഴപ്പമുണ്ട്, ബാധ കൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിന് ആ ദേവതയെ പ്രീതിപ്പെടുത്തിയാൽ ഇപ്പം നമുക്ക് നമ്മുടെ ശത്രുവായിട്ട് ശത്രുക്കൾ നമുക്ക് ആയുധമുണ്ടെങ്കിൽ ആയുധം ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഇത് കണ്ടുകിട്ടണ്ടേ, നമ്മുടെ മുമ്പിൽ വരണ്ടത്. അപ്പോൾ അതിനെ ആവാഹിച്ച് വിളിച്ചു വരുത്തുന്നതിന് ജനത അറിയേണ്ടതാണ്. പിന്നെ മസൂരി പ്രധാനപ്പെട്ട സംഭവം, മരിച്ചൊന്നും ചികിത്സയില്ല. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ മസൂരി ദേവതയെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കതിൻ്റെ എന്താ അവർക്ക് ഇഷ്ടമുള്ള ഉപദ്രവിക്കുന്നത് ഉപദ്രവിക്കുന്നത് ഒരു പ്രീണനത്തിൻ്റെ കൈക്കൂലി പരിപാടിയാണ്. പ്രീണനത്തിൻ്റെ മോശം. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ പ്രസവിച്ച കുട്ടികളെ ചിലപ്പോൾ ഈ പക്ഷികൾ വന്നിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ അതിൻ്റെ ഈ വിളിയത് ഈ പക്ഷികളുടെ ഉപദ്രവം കൊണ്ട് കുട്ടിയുടെ കുട്ടി വെളുത്ത് ചോരമയം നഷ്ടപ്പെട്ട് വെളുത്ത് വളരെ അതിൻ്റെ അപ്പോൾ അതിൽ നിന്ന് ശല്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്താൽ അങ്ങനെ പറ്റുന്ന അനുഭവങ്ങൾ കാണും ചിലപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൻ മരണം, അകാലത്തിൽ അപകടം സംഭവിച്ച് മരിച്ചു പോകാം. കൊച്ചു പിള്ളേർ, ചെറുപ്പക്കാർക്ക് അങ്ങനെയുള്ള മരണങ്ങൾ. പിന്നെ യക്ഷി ഈ ചാവിള്ള പറക്കുക, അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഗർഭം അലസി പോവുക, ബ്ലഡ് ഈ രക്തസ്രാവം ഉണ്ടാവുക, ഇതൊക്കെ ചില ദേവതയുടെ ബാധ ഉണ്ടാകുന്ന കാരണം. അപ്പോൾ അതൊക്കെ പെണ്ണുങ്ങളായി ഉപയോഗിക്കും, ആണുങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വേക്ഷി, അന്തരേച്ചി, അരക്കേച്ചി, മായരി കഴിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടവർക്ക് കൊടുത്തു കൊടുത്താൽ അവരുടെ ദുരിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദുരിതങ്ങൾ രോഗകാരണികളാകുക. മീൻസ് ഡയറ്റി അതാണ് ഇതിലങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവതി എന്ന് പറയുന്ന ബോധം, അക്ഷരസ്വരൂപം, നാദസ്വരൂപം, വെളിച്ചം. പടയനിലെ ഐതിഹ്യം തന്നെ പറയുന്നത് സാക്ഷാത് ശ്രീ പരമേശ്വരൻ്റെ മൂന്നാമത്തെ കണ്ണ്, തേർഡ് ഐ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആ അവബോധ തലത്തിലാണ് ഭഗവതിയുടെ ജനനം. പടയണിയിൽ അധികാര സ്വരൂപതയായിരിക്കുന്ന, രക്ഷയായിരിക്കുന്ന, ശിക്ഷയായിരിക്കുന്ന ദേവത. Because Padayani is actually formed to pacify women. In that, the women are considered as the divine concept. They are placed in a higher position. It is for them, not by them. സൗഹാർദ്ദം, സ്നേഹം, അതാണ് തന്നെ കണ്ടില്ല. ഇപ്പോൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരു ഗ്രാമം ഒന്നായിട്ട്. അപ്പോൾ ഈ നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം ഇപ്പോൾ നമുക്കൊരു ശരീരമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ കടമട്ടൊക്കെ ശരീരമുണ്ട്, കടമട്ടൊക്കെ ഒരു മനസ്സുണ്ട്, കടമട്ടൊക്കെ ഒരു ബോധമുണ്ട്. ഇതിനെ റീക്രിയേറ്റ് ചെയ്യുക, ഇതുപോലുള്ള സമ്പ്രദായങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓരോ വർഷം വരുമ്പോഴും ഒരു ഗ്രാമത്തിൻ്റെ ശരീരം റീക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിക്കുക.
അത് സൃഷ്ടിക്കുന്നതോടുകൂടെ എന്താ ചെയ്യുന്നത്? ജാതി മതചിന്തകൾക്കപ്പുറത്ത് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ചിന്ത പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാറുണ്ട്. വേഷം കെട്ടുന്നത് ഞാൻ വാസുപിള്ളയായിരിക്കും, അല്ലെങ്കിൽ ഗോപിനാഥനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കും. ആ കെട്ടിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുക. ദ ഡൈറ്റ് ഈസ് ദയർ, ഡൈറ്റ് ഈസ് ഇൻവോൾവ്ഡ്. അതൊരു ഘട്ടത്തിൽ ഈ ദേവതയും ഈ കോലം കെട്ടിയാടുന്ന ആക്ടറും തമ്മിൽ ഉള്ള അകലം കുറഞ്ഞിട്ട് ഒന്നായിട്ട് മാറും. ദൈവവും മനുഷ്യനും ഒന്ന് എന്ന സങ്കല്പത്തിലേക്ക് പോകുന്നു. ഇത് നഷ്ടപ്പെടുമായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ എൻ്റെ അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്. നഷ്ടപ്പെടുകയില്ല. കാരണം അതിനകത്ത് കാമ്പുണ്ട്, എന്തൊക്കെയോ കഴമ്പുണ്ട്. വർത്തമാനകാല അത് നേരത്തെ പറഞ്ഞു, വർത്തമാനകാല സമൂഹമായിട്ട് ചോദിക്കുന്നതാണ്. 2009 എന്താ ചെയ്യുന്നത് ചോദിക്കാം. പക്ഷേ 2009 ജീവിക്കുന്ന ജനങ്ങളുമായിട്ട് എന്തൊക്കെ സംവേദനം നടക്കുന്നു, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്നൊരു താല്പര്യം കൊടുക്കുന്നുണ്ട് എപ്പോഴും. അത് ഞാൻ പറഞ്ഞ പോലെ പോയി ഞങ്ങൾ വികൃതമായ മോന്ത വെച്ചാൽ കുട്ടിയായിട്ട് ചാടുന്നു. മാസ്കൊക്കെ വളരെ സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ ചാടും. പക്ഷേ നിങ്ങളുടെ മനസ്സ്, വർത്തമാനകാല സമൂഹത്തിൻ്റെ മനസ്സ് അതിനേക്കാളും വികൃതമാണ്. അതുകൊണ്ട് നല്ലൊരു